ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മോർട്ടം പ്രീമാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ടയേർഡാണ്. എറണാകുളത്ത് നിന്ന് എത്തിയതേ ഉള്ളൂ. ഇന്നലെ വീട്ടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ തന്നെ താമസിച്ചു. ഇന്നാണ് പിന്നെ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറിയതേ ഉള്ളൂ. എന്തായാലും വീഡിയോ മുടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് മാത്രമല്ല ഇന്ന് നമുക്ക് നല്ലൊരു ക്യാപ്ചർ കിട്ടുകയും ചെയ്തു. എനിക്കറിയത്തില്ല എത്ര പേർക്ക് പ്രൈസ് ആക്ഷൻ സീരീസ് പഠിച്ചതിൻ്റെ ഗുണം ഇന്ന് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് എനിക്ക് ഒന്നറിയണം. പ്രൈസ് ആക്ഷൻ കൊണ്ട് നിങ്ങളൊന്ന് പ്രോഫിറ്റ് നേടി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പഠിച്ച പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഇന്ന് നല്ല സുഖസുന്ദരമായൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡ് നിങ്ങൾ എത്ര പേര് ക്യാപ്ചർ ചെയ്തു എന്ന് ജസ്റ്റ് ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മളുടെ മീറ്റപ്പ് വളരെ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ കുറച്ച് പേര് വന്നില്ല. പിന്നെ അത് ഇപ്പോൾ സ്വാഭാവികമാണ്. ഇപ്പം മനുഷ്യൻ്റെ കാര്യമല്ലേ, പെട്ടെന്ന് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഞാൻ മനസ്സിൽ കണ്ട നമ്പേഴ്സിൽ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ബോണസ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം എനിക്കറിയാം പല അവസാന നിമിഷം പല പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ള കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ 100 പേര് മാത്രമേ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഇത് ഈ മീറ്റപ്പ് വെച്ചപ്പം 100 പേര് മാക്സിമം പങ്കെടുക്കും എന്നുള്ളതായിരുന്നു എൻ്റെ. എന്നാലും ഏകദേശം 120-ന് മേളിൽ ആൾക്കാർ പങ്കെടുത്തു. കുറച്ച് പേരൊക്കെ ഉച്ചയായപ്പം പോയി, കുറച്ച് പേര് ഉച്ചയ്ക്ക് വന്നു. എന്തായാലും 120+ ആൾക്കാർ മീറ്റപ്പിൽ പങ്കെടുത്തു. എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാനും ഒരു ചെറിയ ക്ലാസ് നടത്താനും, കാരണം നിങ്ങൾ എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചാണ് വരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷിച്ച് വരുന്നവരെ നിരാശപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1.5 മണിക്കൂർ ഒരു ചെറിയ ക്ലാസ് നടത്തി. അതിനുശേഷം പല ഡിസ്കഷൻ നടന്നു. എൻ്റെ നേരത്തെ വന്നവർ തമ്മിൽ അവിടെ ഇരുന്ന് ഡിസ്കഷൻ നടത്തി. പിന്നെ നമുക്ക് നല്ലൊരു അനുഭവ കഥകൾ പലരുടെയിൽ നിന്ന് കേൾക്കാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ അവസാനം ഒരു ഉറിയടി മത്സരം നടത്തി. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ കിട്ടി. അതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് ധാരാളം ആൾക്കാർ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരുടെ നിന്നും ഒന്നും ഒരു ആഗ്രഹിക്കുന്ന വ്യക്തിത്വം അല്ല. എന്തെങ്കിലും ഇന്ന ആളുടെ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഒരു സർവീസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അത് നിങ്ങൾക്ക് എന്നെ അടുത്തറിയുന്ന ആൾക്കറിയാം. പലരും എന്നോട് പല സജഷൻസും ചോദിച്ചിട്ട് സാറേ ഇതിൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ആരോടും ഒരു ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാറുമില്ല, അത് പറയാറുമില്ല. ഓക്കെ, പല പ്രാവശ്യം നിർബന്ധിക്കാറുണ്ട്. സാറേ എനിക്ക് അന്ന് സജസ്റ്റ് ചെയ്ത ആ സംഭവത്തിനകത്തിൽ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ സാറിൻ്റെ ഫീസ് എത്ര എന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ബട്ട് ഒരാളുടെ ഈ നിമിഷം വരെ ഇതുവരെ ഒരാളുടെ നിന്നും അങ്ങനെ സജഷൻ കൊടുത്തിട്ട് ഒരു പൈസ ഞാൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പബ്ലിക്കായിട്ട് പറഞ്ഞാൽ എനിക്ക് യാതൊരു, കാരണം അതിന് എനിക്ക് പറയാൻ പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എനിക്കിതിനെ പറയട്ടെ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു എന്ന്, നോ, ഞാനങ്ങനെ ചെയ്യാറുമില്ല. ഞാനങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ധാരാളം ആൾക്കാർ വന്നപ്പം ഗിഫ്റ്റുമായിട്ടാണ് വന്നത് എന്നെ കാണാൻ. അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ നിരസിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ഗിഫ്റ്റുകൾക്കും 1000 നന്ദി പറയുന്നു. എങ്കിലും അതിൽ സ്പെഷ്യലായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് വെരി എക്സ്പെൻസീവായിട്ടുള്ളൊരു ഗിഫ്റ്റ്. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. ബട്ട് എനിക്കത് വളരെ ഉപകാരമുള്ള സാധനമാണ്. ബട്ട് വെരി എക്സ്പെൻസീവായിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ വച്ചേക്കാം. ആളെയും പേരുന്നാളൊന്നും പറയുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല, അത് ശരിയല്ലല്ലോ. എങ്കിലും അത് എൻ്റെ മനസ്സിൻ്റെ ശരിക്കും സന്തോഷവും അഭിമാനവും ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫോട്ടോയുടെ വെച്ചേക്കാം. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ഗിഫ്റ്റ് ചെറുതായി അങ്ങനൊന്നുമല്ല. ഗിഫ്റ്റിൻ്റെ കാര്യത്തിന് അതൊരു മുട്ടുസൂചിയാണെങ്കിലും അത് എനിക്ക് പ്രഷ്യസ് തന്നെയാണ്. ബട്ട് എങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു വാല്യൂ അത്രയും ആയതുകൊണ്ട് അത് അത്രയും വേണമായിരുന്നു എന്ന് എനിക്കൊരു ആശങ്ക ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്ന ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊന്നും നിങ്ങൾ എല്ലാവരും ഒരുപോലെ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ സ്പോൺസർ ചെയ്ത് ധാരാളം ആൾക്കാർ. അപ്പോൾ പലരും സാറേ സ്പോൺസർ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഞാനിങ്ങനെ വളവള സംസാരിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. നമ്മൾ ഈ ഫ്ലൈറ്റിൽ സംസാരിക്കുമ്പോൾ ചില സമയത്ത് ഇക്കണോമിക് ക്ലാസ് നമുക്ക് ബിസിനസ് ക്ലാസ്സായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തരും.
ഇല്ലേ? അപ്പം നമ്മൾ എക്കണോമിക്കുള്ള പൈസയെ കൊടുത്തിട്ടുള്ളൂ. ബട്ട് നമുക്ക് ചില സാഹചര്യങ്ങളിൽ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, അത് ബിസിനസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യും. നമ്മൾ ബിസിനസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പൈസ കൊടുത്ത് അപ്ഗ്രേഡ് ബിസിനസ്സിൽ യാത്ര ചെയ്യുന്ന ആളുടെ അതേ പ്രിവിലേജ് തന്നെ ആയിരിക്കും നമുക്ക്. അല്ല അവിടെ ഇവൻ എക്കണോമിയിൽ നിന്ന് വന്ന് അപ്ഗ്രേഡ് ചെയ്തവനാണല്ലോ അതുകൊണ്ട് ഇവൻ അങ്ങനെ സർവീസ്, നോ, അങ്ങനെയല്ല. എല്ലാവരും തുല്യരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്ത് വന്നവർക്ക് പിന്നെ ഒരു വേറൊരു രീതി അങ്ങനൊന്നുമില്ല. എല്ലാവരും നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവർക്കും അവിടെ ഒരേ എന്താ സർവീസും അല്ലെങ്കിൽ എല്ലാവരോടും ഒരേ മെൻറ്റാലിറ്റിയും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ആരും ധരിക്കരുത് എന്ന് ജസ്റ്റ് ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പം അതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. വളരെ വിജയകരമായിരുന്നു. ഓക്കെ, അപ്പോൾ ധാരാളം പേര് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ്, ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ്, വരയുടെ ക്ലാസ് ധാരാളം ചോദിച്ചു. എല്ലാം അതിൻ്റെ സമയാസമയങ്ങളിൽ നമ്മൾ ചെയ്യും. കുറച്ച് സാവകാശം എനിക്ക് തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ രാവിലെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്, അല്ലേ? ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തിരക്കാണ്, ഡ്രൈവിങ്ങിൻ്റെ ഇടയിലാണ് നിങ്ങളോട് ഞാൻ 2-3 പോസ്റ്റ് ഇട്ടത്, അല്ലേ? അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് രാവിലെ പറഞ്ഞത്, നമുക്ക് ബോക്സാണ് നമ്മുടെ തലവര. നമുക്ക് ഈ ഒരു ലൈൻ, ഈ 24,267 ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകുക നോക്കുക, അല്ലെങ്കിൽ ഈ ബോക്സിനകത്ത് എന്ത് സംഭവിക്കും നോക്കുക. കാത്തിരുന്ന് ട്രേഡ് എടുത്തവർക്ക് ഇവിടെ ഒന്നും ട്രേഡില്ല. ഇവിടെയൊക്കെ റിസ്കി ട്രേഡേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ഭാഗ്യപരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് വളരെ സുന്ദരമായിട്ടുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പ്രൈസ് ആക്ഷൻ്റെ കഥ ഞാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റ് 5 മിനിറ്റിന് ക്യാൻഡിൽ മുകളിലോട്ട് പോയി നേരെ താഴെ വന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ 24,227 ടെമ്പററി സപ്പോർട്ടായത്, ഇല്ലേ? പക്ഷേ നമ്മളിത് വായിച്ചു കളഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് എവിടെ പോയി ടെസ്റ്റ് ചെയ്തു, നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെ 10 മുതൽ 15 പോയിന്റ് വരെ കിട്ടാനുള്ള അവസരം ഉണ്ടെന്ന് ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു. നിങ്ങൾക്ക് 10-15 ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 10-15 പോയിന്റ് കിട്ടിയാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇറങ്ങി. പിന്നെ അടുത്തൊരു ഇൻഡിക്കേഷൻ നിങ്ങൾ നോക്കിക്കേ. പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കും ഒരു ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നും പഠിപ്പിക്കുന്ന വീഡിയോകളുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് വെരി ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു ട്രേഡാണ്. നോക്കിക്കേ, ഈ ക്യാൻഡിൽ നോക്കിക്കേ, എന്താണ്? ഒരു ക്ലിയർ റിജക്ഷൻ ക്യാൻഡിലാണ്. ഒരു ക്ലിയർ റിജക്ഷൻ ക്യാൻഡിൽ മാത്രമല്ല, ഇതൊരു റീടെസ്റ്റ് കൂടെ, ഇല്ലേ? ഇതൊരു ഓപ്പണിംഗ് റേഞ്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഓപ്പണിംഗ് റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പണിംഗ് റേഞ്ചിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. പ്ലസ് ഇവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ ഉണ്ട്. വെരി റിജക്ഷൻ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തവർ, ഇവിടെ ആരെങ്കിലും നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. എനിക്കൊന്ന് അറിയാമല്ലോ. അതിനുശേഷം നല്ലൊരു ഫോളോ നമുക്ക് ഇവിടെ വരെ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റ് ഈ ബോട്ടം വരെ ഉള്ളൂ. ഈ ബോക്സിൻ്റെ ബോട്ടം വരെ ഉള്ളൂ. ഇതിനായിട്ടൊക്കെ ഉള്ള ബോണസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇതിന് താഴെ ഇതാണ് നിങ്ങളുടെ, ഇനി ഇവിടെ വരെ വന്നതിന് ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, ആരെങ്കിലും മുകളിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? പക്ഷേ അതും പൊട്ടിച്ച് ഗ്രാജുവലി മാർക്കറ്റ് താഴെ വന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ നമ്മുടെ വര നോക്കി എന്ത് ക്ലിയർ ആണെന്ന് നോക്കി. 24,142 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് രാവിലെ ക്ലോസ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ ബോക്സിനകത്ത് വീണ്ടും നാളെ തിരിച്ചു കയറി. ഇതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചേക്കുന്നത്. നാളെ ഇനി എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നാളെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് വീണ്ടും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ എക്കണോമിക്കലി അവരെ തകർക്കുക എന്നുള്ളതാണ് അടുത്ത ട്രംപിൻ്റെ ലക്ഷ്യം. സാങ്ഷൻ കൊണ്ട് വരിഞ്ഞു മുറുക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ ഒരു ന്യൂസ് വന്നായിരുന്നു. അസീം മുനീർ, പാകിസ്ഥാൻ്റെ ചീഫ് മാർഷൽ അസീം മുനീർ നേരെ ടെഹ്റാനിൽ പോയിട്ടുണ്ട് വീണ്ടും ഒരു ഡിപ്ലോമാറ്റിക് ടോക്കിന് വേണ്ടി. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം അസീം മുനീറിനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പം അത് എത്രത്തോളം സക്സസ് ആവും നമുക്കറിയത്തില്ല. ഇനി ഇതിൻ്റെ പ്രതികരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സാമ്പത്തികമായി വരിഞ്ഞ് മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിനൊക്കെ വലിയ പ്രശ്നമാകും. വീണ്ടും ഹോർമൂസിൽ ടൈറ്റൻ വരും. അപ്പോൾ അങ്ങനെ ടൈറ്റൻ ചെയ്യുമ്പം പല പ്രശ്നങ്ങൾ വീണ്ടും ആകും. ക്രൂഡിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്നത്തെ പൊട്ടലിൻ്റെ കാര്യം ഈ സാമ്പത്തിക ഉപരോധം തന്നെയാണ്. ഈ സാമ്പത്തിക ഉപരോധം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കണം ONGCക്ക്, നമ്മുടെ ഇന്ത്യയിലെ ONGCക്ക് ഫുൾ പവർ കൊടുത്തു. വെനസ്വേലയിൽ നിന്നും ഓയിൽ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ പെർമിഷൻ ONGCക്ക് കൊടുത്തത് ഒരു പക്ഷെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാൻ സാധ്യത ഉണ്ട്. കാരണം ഇത് എനിക്ക് ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ ONGCക്ക് അമേരിക്ക US പിന്നെ പവർ കൊടുത്ത് ഫുൾ സ്ട്രെങ്തിൽ
അവർക്ക് അവിടുന്ന് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓയിൽ പിന്നെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള സാങ്ഷൻ അവർക്ക് മീൻസ് അവർക്ക് അനുവാദം അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡിൻ്റെ വിലയാണ് അങ്ങോട്ട് അമിതമായിട്ട് അങ്ങോട്ട് താഴെ പോകുന്നില്ല. $1.5 മാത്രമേ താഴെ പോകുന്നുള്ളൂ, $85 താഴെ പോയിട്ടില്ല. അപ്പം സ്റ്റിൽ ദെയർ ഇസ് എ സംതിങ് പ്രോബ്ലം എന്ന് നമുക്ക് ഇപ്പോഴും അനുമാനിക്കാം. അപ്പം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇത് മാർക്കറ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് വളരെ ക്രൂഷ്യലാണ്. 24,000 നമ്മുടെ മുന്നിൽ 24,000 എന്ന് പറയുന്ന കടമ്പയുണ്ട്. ഇതിപ്പം രാവിലെ വൈകുന്നേരത്തെ CAS ക്ലോസിങ്ങിന് ശേഷം പോയ സംഭവമാണിത്. എത്രത്തോളം സക്സസ് ആവും നമുക്കറിയത്തില്ല. നാളെ ഈ കയറി കയറ്റം നാളെ വീണ്ടും താഴെ വരാനുള്ള സാധ്യത. അപ്പോൾ നാളത്തെ നമ്മളുടെ പിന്നെ തലവര എന്ന് പറയുന്നത് 24,142 നാളെ തലവര നമുക്ക് 24,140. 24,142 താഴെ പോയാൽ നമുക്കുണ്ട് 24,000 ഉണ്ട്, 24,041 ഉണ്ട്, 24,000 ഉണ്ട്. നാളെ മാർക്കറ്റ് 24,000 ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. സിറ്റുവേഷൻസ് വളരെ മോശമാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ FISൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ ഇന്നും അവർ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഒരു സെക്കൻഡ് നോക്കൂ. FISന് ഇന്നത്തെ പൊസിഷനാണ് 90%. ഇന്നലെ 90%, വെള്ളിയാഴ്ച 90%ആയിരുന്നു. ഇവർ മാത്രമാണ് 44%, 1% മാത്രം കുറച്ചു. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയാം, എൻ്റെ മുടിയൊക്കെ വളരെ ഉഴപ്പിരിക്കുന്നില്ലേ, സോറിയേ. പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, FIS അവരുടെ ഷോർട്ട് പൊസിഷൻ കുറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംതിങ് എന്തോ ഒരു കാരണം ഉണ്ട് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഒരു മൊത്തത്തിലൊരു 600-700 പോയിന്റുള്ള ഇപ്പം വീണിട്ടുണ്ട്. മാർക്കറ്റ് മൊത്തം 700 പോയിന്റിനടുത്ത് ഇപ്പം ഹൈയിൽ നിന്ന് ഒരു 700 പോയിന്റിനടുത്ത് ഇപ്പോൾ മാർക്കറ്റ് വീണു. അപ്പോൾ അന്നേരപ്പോഴൊക്കെ ഈ FIS 90% ഷോർട്ട് പൊസിഷനിലായിരുന്നു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നാളെ ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി, 24,000 ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ നാളെ നമുക്ക് 24,142 തലവരയായിട്ട് നിൽക്കും. ബോക്സിനകത്ത് കയറുന്നെങ്കിൽ അത് സിനാരിയോ വേറെ, അല്ല താഴെ പോവുകയാണെങ്കിൽ 142 നമുക്ക് തലവരയായിരിക്കും. അതിനുശേഷം താഴെ പോയ 80-ഉം 40 ഉണ്ട്, പിന്നെ 24,000 ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് നാളെ നോക്കാനുള്ളൂ. ഇത് പൊട്ടിക്കുന്നു, 24,142 പൊട്ടിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കൂട്ടിനകത്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഈ 2 കാര്യം മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് മിഡ് ക്യാപ്പോടെ നോക്കിയാൽ മതി. മിഡ് ക്യാപ്പോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, കൃത്യമായിട്ട് നമ്മുടെ ആ വരച്ച വരയിൽ തന്നെ 14,865 ആ വരയിൽ തന്നെ കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് എവിടുന്നാണ് വന്നത്, നമ്മൾ വരച്ച 980 തന്നെയാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നത്. നമുക്കിവിടെ ഇതിനും തലവര മിഡ് ക്യാപ്പിൽ തലവരയായിട്ടുള്ളത് 14,848 ഈ 48ൻ്റെ മുകളിലോട്ട് നിൽക്കുന്നെങ്കിൽ മുകളിലോട്ട്, താഴോട്ട് നിൽക്കുന്നെങ്കിൽ താഴോട്ട്. നാളെ എന്തായാലും നിങ്ങൾ അതുകൂടെ പ്രത്യേകിച്ച് വാച്ച് ചെയ്യുക. വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിലയൻസിനെയും HDFC ആണ്. നാളെ ശ്രദ്ധിക്കേണ്ടത് റിലയൻസിൻ്റെ HDFC ആണ്. റിലയൻസ് നാളെ എങ്ങനെ പെർഫോം ചെയ്യുന്നത്, എനിക്കൊരു 14,300 റേഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. റിലയൻസ് 1,308 റേഞ്ചിലാണ് ഇപ്പം റിലയൻസ് നിൽക്കുന്നത്. അപ്പം റിലയൻസ് 1,297 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പം അല്ല തിരിച്ച് കയറുകയാണെങ്കിൽ എപ്പോഴും 1,323 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പല പ്രാവശ്യം ആക്ട് ചെയ്ത് നമ്മൾ പുറകോട്ട് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല പ്രാവശ്യം അറിയാം കണ്ടോ. ഈ ഏരിയ ഭയങ്കര റെസിസ്റ്റൻസ് ആണ്, ഇത് കടന്നു പോകാൻ ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ റിലയൻസ് ജസ്റ്റ് നോക്കുക നാളെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇത് 1,323 എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ട്. അല്ല ഇത് പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ HDFC നല്ല ഒരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. 729 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ചാണ്, അത് പൊട്ടി നിൽക്കുകയാണ് താഴെ. അപ്പോൾ ഫർദറായിട്ട് ഇനിയും പൊട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. താഴോട്ട് വരെയൊന്നും കാണുന്നില്ല. ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. താഴോട്ട് വര കാണാനുള്ളത് ഇതൊരു സപ്പോർട്ടാണ്. ഈ പറയുന്ന ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യാം നിലവിൽ. ഓക്കെ, 715 എന്നുള്ള ഈ ലെവലിലോട്ട് എത്തുമോ നോക്കുക. ഈ ലെവൽ പൊട്ടി താഴെ പോവുകയാണെങ്കിൽ ഫർദറായിട്ട് പിന്നെയും HDFC പൊട്ടും. അല്ല 729 മുകളിൽ നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ഹൈ കട്ട് ചെയ്ത് പോയാൽ 734 ഒക്കെ കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദറായിട്ട് നമുക്കൊരു അപ്സൈഡ് 750 വരെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യുന്നത് HDFC ബാങ്കിനെ നോക്കണം, റിലയൻസിനെ നോക്കണം. ഇത് രണ്ടുമാണ് നാളെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. IT ഒക്കെ ഒരു പോസ്റ്റ് മോഡിലാണ്. ഓക്കെ, അപ്പം നാളെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച്. നാളെ മന്ത്ലി എക്സ്പയറിയാണ്.
മന്ത്ലി എക്സ്പയറി ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ മീറ്റിങ്ങിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, എങ്ങനെ ഈ അവസരത്തിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വെരി ക്ലിയർ ആയിട്ട് സംസാരിച്ചു. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ട് നിന്നാൽ നിങ്ങളുടെ കാശ് നിങ്ങളുടെ പോക്കറ്റിൽ കാണും. വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം എല്ലാവരോടും എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നാളെ വീണ്ടും എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.